ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് റെസിപ്പിയൊന്നും അല്ല കേട്ടോ. നമ്മൾ പുതിയ മൺകലം വാങ്ങുമ്പോൾ നമുക്ക് അതേപടി അങ്ങ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കതൊന്ന് മയപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ആദ്യം യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമുക്ക് കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനങ്ങനെ മൺകലം യൂസ് ചെയ്യാറില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് ഉമ്മ അനിയത്തി അവരൊക്കെ തന്ന് ഇങ്ങനെ മയപ്പെടുത്തിയൊക്കെ തന്ന് വിട്ട മൺകലമായിരുന്നു കേട്ടോ. ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല മൺകലം. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തോ അങ്ങനെ വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ മൺകലം അധികം. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ടൊക്കെ കിട്ടിയ കുറേ സംഭവങ്ങളും അതുപോലെ ഉമ്മ ചെയ്യുന്ന രീതിയും അതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുള്ളത് നല്ല ചൂട് കഞ്ഞിവെള്ളം ഇങ്ങനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ ഇന്ന് ഉച്ചക്ക് ഒഴിച്ചു കൊടുത്താൽ നാളെ ഉച്ച വരെ അത് അതേപോലെ അങ്ങ് വെക്കും. എന്നിട്ട് അത് കളഞ്ഞിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തിട്ടാണ് എൻ്റെ വീട്ടിലൊക്കെ ഉമ്മയൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട്, ഇത് അത്യാവശ്യം ഒരു വലിയ മൺകലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അത്രയും കഞ്ഞിവെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ നോർമൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒന്ന് തിളപ്പിക്കുക. ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് ഇത് നേരെ പകുതിയാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മയപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് യൂട്യൂബിൽ നമ്മുടെ റോസ് ആപ്പിൾ കിച്ചൺ അവർ ചെയ്ത് കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത്. പിന്നെ എനിക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഇതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കും. ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം തിളപ്പിച്ചിട്ട് അത് പകുതിയാകുന്നത് വരെ തിളപ്പിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ദിയാൻസ് കണ്ണൂർ കിച്ചണ്, അതുപോലെ നൗഫാസ് കിച്ചൺ, അപ്പോൾ അവരുടെയൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. പിന്നെ ചായപ്പൊടി ഒന്നും വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മൂടി വെക്കണമെന്നില്ല കേട്ടോ, ക്ലോസ് ചെയ്യണമെന്നില്ല. അത് പതഞ്ഞ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇതിങ്ങനെ തിള വരുമ്പോഴേക്കും ഇതിൻ്റെ പതമൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ചത് മൺകലത്തിലോട്ടൊന്ന് പറ്റി പിടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വാഷ് ചെയ്യുമ്പോൾ അത് പോകുന്നുണ്ട്, വേണമെങ്കിൽ മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഞാൻ കുറേശ്ശെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പത വരുമ്പോൾ കുറേശ്ശെയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ പത വേണമെങ്കിൽ മാറ്റിയെടുക്കാം. ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ മാറ്റിയെടുക്കാം. പിന്നെ പുറത്തേക്ക് വരാതെ ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ നല്ലോണം തിളക്കുമ്പോൾ ഒന്ന് തവിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് പതഞ്ഞ് പുറത്തേക്ക് വരില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഏത് സ്റ്റെപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പിറ്റേന്ന് കളഞ്ഞ് അങ്ങനെ 2-3 ദിവസം അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് പകുതിയാകുന്നത് വരെ തിളപ്പിക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 സ്പൂണ് ചായപ്പൊടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. പകുതിയാകുന്ന വരെ പകുതിയോളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കഞ്ഞിവെള്ളമാണെങ്കിൽ നമ്മളിത് തിളപ്പിച്ചിട്ട് പകുതിയോളം വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ 2-3 ദിവസം അങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ ഇത് പകുതി ആകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ വറ്റി പകുതിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഇപ്പം തന്നെ വേണമെങ്കിൽ കളഞ്ഞിട്ട് ഇനി ഇതിൻ്റെ വേറൊരു ചെറിയൊരു പ്രൊസീജിയറും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചെറുതായിട്ട് ഈ ചൂടോടെ തന്നെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം ആ ഒരു ചൂടോടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെക്കണമെന്നില്ല കേട്ടോ. നമുക്ക് അർജൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കളഞ്ഞിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കടലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്, സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും. അപ്പോൾ കടലപ്പൊടി ഇല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്താൽ മതി. ഉണ്ടെങ്കിൽ കടലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഞാനിത് നന്നായി വാഷ് ചെയ്തിട്ട് ഒന്ന് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ഫ്ലെയിം കത്തിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ആദ്യം. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് ഒരു 1-2 ടീസ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം വലിയ കലായതുകൊണ്ട് ഒരു 2 ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക. എന്നിട്ടിത് കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം കത്തിച്ചിട്ട് കുറച്ച് നേരം വെക്കാം കേട്ടോ, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വലിച്ചെടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഇതുപോലെ വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യണം.
അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1-2 ടീസ്പൂണ് എണ്ണ ചേർത്തിട്ട് അതേപോലെ വീണ്ടും ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇത് ഡ്രൈ ആകുന്നത് വരെ വീണ്ടും വെയിറ്റ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. അപ്പോൾ ടോട്ടലായിട്ടൊരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മൺകലം ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മയപ്പെടുത്തി എടുത്ത മൺകലം ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ ഒരു ഉള്ളിയൊക്കെ വഴറ്റി ചെയ്യുന്ന സംഭവം, അങ്ങനെയുള്ള കറിയൊക്കെ ഇല്ലേ, ഉള്ളിയൊക്കെ വഴറ്റി അല്ലെങ്കിൽ എണ്ണയൊക്കെ താളിച്ച്, അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും, അങ്ങനെയുള്ള കറി ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ആദ്യം തന്നെ മീൻ കറി അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എണ്ണയൊക്കെ വഴറ്റി അങ്ങനെ ചെയ്യുന്നതായിരിക്കും, അങ്ങനെയുള്ള കറി ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് മൊത്തം 3 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പണിയൊന്നും ഇല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതപ്പം തന്നെ അത് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഇപ്പം തന്നെ ഇത് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു വഴറ്റിയെടുക്കുന്ന കറി ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നമ്മൾ തിളപ്പിച്ചെടുത്ത് ഉണ്ടാക്കുന്ന കറിയേക്കാളും. അപ്പോൾ ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ എനിക്ക് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു ചൂടിൽ, ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു ചൂടിൽ ജസ്റ്റ് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. Thank you.